വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞങ്ങൾ സോൻമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോൻമാർഗിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് ഗ്ലേഷ്യറാണ്. ഏത് കാലത്തും സദാസമയം മഞ്ഞ് മൂടിക്കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അവിടെ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോനമാർഗിലേക്കുള്ള ആ ചെറിയ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സോജില പാസ് അതാണ് ഈ ഒരു ചുരത്തിന് പറയുന്ന പേര്. നിറയെ ആപ്പിൾ തോട്ടങ്ങൾ, അതുപോലെ തന്നെ പച്ച വിരിച്ച് നിൽക്കുന്ന താഴ്വാരങ്ങൾ, അതൊക്കെയാണ് നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ ചുരം ഇങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ താഴ്വാരത്തിൽ കാണുന്ന പുഴയാണ് നല്ല സിന്ധ്, അതായത് സിന്ധു നദി. കണ്ടോ, മുന്നിലേക്ക് ഇങ്ങനെ നോക്കും നിങ്ങൾ, ഹിമാലയ പർവ്വതം അങ്ങനെ അതിൻ്റെ പൂർവ്വമായിട്ടുള്ള അതിൻ്റെ ഏറ്റവും ഭംഗി നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇത് നമ്മൾ സോനാമാർഗിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ സിന്ധു നദി ഇതാ അങ്ങനെ ഒഴുകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം സോനാമാർഗിൽ എത്തിത്തുടങ്ങി. പീർപ്പാഞ്ചൽ മലനിരകളാണ് ഹിമാലയത്തിൻ്റെ വേറൊരു പോർഷനാണ് പീർപ്പാഞ്ചൽ മലനിരകൾ. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോൻമാർഗ് പോകുന്ന വഴിയിൽ ജസ്റ്റ് സോൻമാർഗ് എത്തുന്നതിൻ്റെ മുന്നേ ഒരു 5 കിലോമീറ്റർ പിന്നിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു പാർക്ക്, വാവ്, ഒരു ബ്യൂട്ടിഫുൾ വാലിയാണ്, നല്ല അടിപൊളി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഇതിൻ്റെ തുടക്കം, മഞ്ഞൊരുകി ഒഴുകി വരുന്ന വെള്ളമാണ് അതൊക്കെ. ഇവിടെയാണ് സമ്മർ സമയത്തും ഐസ് ഉണ്ടാകുന്ന ഒരു സ്ഥലം സോൻമാർഗിൽ. മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പ്. ഇതിവിടെ മേലേക്കുള്ള ട്രെയിനിങ് നടത്താണ്, അതായത് മല കയറുന്നതൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമാണിത്, മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പ്. വെൽക്കം ടു സോൻമാർഗ്. അപ്പോൾ നമ്മൾ 4 കിലോമീറ്റർ മുന്നേ, സോൻമാർഗിലേക്ക് എത്തുന്നതിൻ്റെ 4 കിലോമീറ്റർ മുന്നേ നമ്മൾ വെൽക്കം ടു സോൻമാർഗ് എന്നുള്ള പേരുള്ള ബ്രിഡ്ജ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനഗർ ടു ലേ വരെയുള്ള ഈ ഹൈവേയിലെ സോജില ടണലുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ടണൽ വർക്കുകൾ ഈ റോഡിൽ നടക്കുന്നുണ്ട്. ടണൽ വർക്കൊക്കെ പൂർത്തീകരിച്ച് വരുമ്പം ഇവിടുത്തെ റോഡിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തീരും. അതുപോലെ തന്നെ യാത്ര സ്പീഡിലാക്കാൻ നമുക്ക് സാധിക്കും. കൂടുതൽ സമയം എടുക്കാതെ തന്നെ നമുക്ക് റോഡ് മാർഗം തന്നെ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ സോൻമാർഗ് വാലിയിലേക്ക് എത്തി. ഇവിടെയുണ്ട് കുതിരസവാരികളൊക്കെ. നേരെ മേലോട്ട് നോക്കി ഗ്ലേഷ്യർ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലൊക്കെ ഗ്ലേഷ്യർ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ സോനാമാർഗിലെത്തി. ഹോട്ടലിൽ നിന്നൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടുത്തെ തേജ്വാസ് ഗ്ലേഷ്യർ, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റ്. നമ്മൾ കുതിരസവാരി എടുത്തിട്ടില്ല, നടക്കാൻ തീരുമാനിച്ചു. നമ്മളൊരു കുതിരസവാരി എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് നമ്മൾ കുതിരസവാരി എടുക്കാതെ 3 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് കയറാൻ തന്നെ തീരുമാനിച്ചു. ഏകദേശം വൈകുന്നേരം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, സോനാമാർഗിലാണ് ഒട്ടുമിക്ക സമയത്തും ഐസുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവാറുള്ളത്. കുറച്ചെങ്കിലും ഐസുള്ളൊരു സമയം. ഇപ്പോൾ സമ്മർ സീസണാണ്. ഈ സമ്മർ സീസണിൽ നമുക്ക് വന്നാൽ ഐസ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം സോനാമാർഗാണ്. ഹിന്ദി സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. ഞങ്ങൾ കണ്ട സ്ഥലങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാലിയാണ് സോനാമാർഗ്. ഇതുവരെ കണ്ട കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം സോനാമാർഗ് തന്നെയാണ്. നാളെ ഗുൽമർഗിൽ പോകുന്നുണ്ട്, അതും കൂടി കണ്ടിട്ട് പറയാം ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ കാശ്മീരിൽ വരിക എന്നുള്ളത് ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. 3 പ്രാവശ്യം കാശ്മീരിൽ വരാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷേ ആ സമയത്തൊന്നും വരാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയതായിരുന്നു. അത് മറ്റേ കാശ്മീരിലെ ആ ഒരു 370 എന്ന് പറഞ്ഞാൽ നിയമമൊക്കെ എടുത്ത് ഒഴിവാക്കിയ ആ സമയത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ മൊത്തം ലോക്കാക്കിയല്ലോ. ആ സമയത്ത് പിന്നെയാണ് നമ്മൾ സിക്കിമിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ടും കയറി പോകും. നല്ല മനോഹരമായിട്ടുള്ള താഴ്വാരങ്ങൾ, മേലെ ഇങ്ങനെ ഐസ് ഉണ്ട്,
താഴെ നിറയെ പച്ചപ്പ് പുതച്ച സ്ഥലം. അതിൻ്റെ നേരെ താഴെ കംപ്ലീറ്റ് റിസോർട്ടുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കുറേ ജീവിതങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. കുതിരസവാരി നടത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ജീവിതം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ട്. സോനാമാർഗിലാണ് ഈ ഗുജാറുകൾ കൂടുതലുള്ള സ്ഥലം. ഗുജാറുകൾ ഈ ഒരു സമ്മർ സമയത്താണ് ഗുജാറുകൾ വന്നിട്ട് ഇവിടെ ആട് മേയ്ക്കാനും ഇവിടെ താമസിക്കുന്ന സമയമൊക്കെ. ഐസുള്ള സമയത്ത് അവരൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോവും. സോൻമാർഗിന് പറയുന്ന മറ്റൊരു പേരാണ് ഗോൾഡൻ വാലി. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സോനാമാർഗ്. ഒരുപാട് ചരിത്ര പ്രാധാന്യം കൂടിയുള്ള ഒരു സ്ഥലമാണ് സോനാമാർഗ്. ടിബറ്റിനെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് സോനാമാർഗ്. എന്ത് രസമല്ല കാണാൻ. നിറയെ പച്ച പുതച്ച് കിടക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ കുതിരപ്പുറത്തുള്ള യാത്ര ഉണ്ടോ. അങ്ങോട്ട് നോക്കി, ആ ഭാഗത്തേക്ക് നോക്ക്, മഞ്ഞിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു മിലിറ്ററി വ്യൂ പോയിൻ്റ്. അതിൻ്റെ മേലെ കണ്ടോ നിറയെ ഐസാണ്. ഞാൻ എൻ്റെ DSLR എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അത്രയും ദൂരത്തിലുള്ള ആ വീഡിയോസ് കാണിച്ചു തരാം. സൂപ്പർ വ്യൂ അല്ലേ. പ്രത്യേകിച്ച് ഈ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ കൊള്ളുമ്പോൾ കൂടുതൽ തിളക്കമാണ് അതിന് കാണാൻ പറ്റുന്നത്. ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് സോനമാർഗ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് സോനമാർഗിൽ എത്താം. ഏകദേശം 3000 അടി ഉയരത്തിലാണ് സോനമാർഗ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിൽ കിടക്കുന്ന സ്ഥലമാണ് സോനമാർഗ്. ഭൂമിശാസ്ത്രപരമായിട്ട് കശ്മീർ താഴ്വരയിലെ ഹിമാലയൻ താഴ്വരകളായിട്ടുള്ള കോൽഹോയ് ഹിമാനി, മച്ചോയ് ഹിമാനി ഇതൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളാണ്. നല്ല സിന്ധ്, അതായത് നമ്മൾ പറയുന്ന സിന്ധു നദിയുടെ തീരത്താണ് ഈ താഴ്വാരം നിൽക്കുന്നത്. ഇതാ നമ്മളിങ്ങനെ കൂടുതൽ ഗ്ലേഷ്യറിലേക്ക് എത്തുന്തോറും അതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഗ്ലേഷ്യറിൻ്റെ താഴെ ഒരു പച്ച പുതച്ചൊരു മൈതാനി പോലെയുള്ള സ്ഥലം. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് സോനാമാർഗ്. ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ക്യാമ്പുകളുള്ളതൊക്കെ ഈ സോനാമാർഗിൻ്റെ ഈ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ്. ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100-120 കിലോമീറ്റർ ഉണ്ട് കാർഗിൽ. गर्मी लग रही है. अच्छा लास्ट में गर्मी लगेगी, उसके ऊपर सर्दी लगेगी. അപ്പോൾ നമ്മൾ ഏകദേശം ഗ്ലേഷ്യറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള ആ താഴ്വാരത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിട്ടേൺ വരുന്ന ആളുകളുണ്ട്, മേലോട്ട് കയറിപ്പോകുന്ന ആളുകളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഐസുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല കേട്ടോ, നഷ്ടമായിരിക്കും. സമ്മർ സീസണിൽ തന്നെയാണ് ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ വന്ന് കാണേണ്ടത്. ഇത്രയും പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമ്മർ സീസണിലാണ് വരേണ്ടത്. ഹിമാലയത്തു നിന്ന് മഞ്ഞൊരുക്കി വരുന്ന വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത്. ഇതാണ് ചിനാബ്, നല്ല സിന്ധ് ഒക്കെ പുഴകളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ലൈഡറിൽ പോകാൻ തീരുമാനിച്ചു. ഇവിടെ 15 പോയിൻ്റാണുള്ളത്, മേലോട്ട് ഐസിലേക്ക് പോകാനുള്ള 15 പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഏതായാലും കുറേ ബാർഗെയിൻ ചെയ്തിട്ടാണ് വാങ്ങി. ബാർഗെയിൻ ചെയ്യാതെ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്, ഐസിലേക്ക് പോവാണ്. ഇതാണ് സ്ലൈഡർ കേട്ടോ. ഇതിൽ ഇവരിങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക. വലിച്ചിങ്ങനെ ഐസുള്ള അങ്ങോട്ട് മേലോട്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യുക. എവിടെയാണ്? മലപ്പുറം എവിടെ? പരപ്പനങ്ങാടിയാ? പാലത്തിങ്ങൽ? ഞങ്ങൾ കുന്നുംപുറം. ആ, സോൻമാർഗിലെ എത്രയായി സമയം എന്നറിയോ? ഏകദേശം ഇപ്പം 5 മണി 6 മണി സമയം, 5:30 മണി ആയിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള ഇപ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ തിളക്കല്ലേ. ആകാശത്തിൻ്റെ ഒരു നീലിമ കണ്ടോ? ഇത് കയറുമ്പോൾ ഓക്സിജൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 3000 അടി ഫീറ്റ്, 3000 അടി മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ക്യാപ്പ് ഇട്ടിട്ട് മൂടി വെച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ചെവിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ തണുത്ത കാറ്റടിച്ചിട്ട് വേദന ആവുക. നല്ല കയറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടൊക്കെ കയറി വരാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ സ്കേറ്റിങ് നടക്കുന്ന സ്ഥലത്ത് എത്തി. നമ്മൾ വാക്ക് പോലും കിട്ടണില്ല, ഭയങ്കര കരച്ചിട്ട്. ഇതാ സോനാമാർഗിലെ 3000 ഫീറ്റ് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഗ്ലേഷ്യറിൽ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ മോനെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സോനാമാർഗിലെ ഗ്ലേഷ്യറിലെത്തി. ഗ്ലേഷ്യറിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ ആ സൂര്യപ്രകാശം, വൈകുന്നേരത്തെ അസ്തമയ ശോഭ ഇങ്ങനെ തട്ടി നിൽക്കുന്ന ഐസിൻ്റെ വെട്ടിത്തിളങ്ങുന്ന കാഴ്ച. ഇവിടെ നമ്മൾ വന്നു, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ പൈസൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, പറയുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യാണ്. നാളെ നമ്മൾ ഗുൽമർഗ്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.